ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ ഒരു ക്ലാസ്സാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. PSC SSC RRB പരീക്ഷയിൽ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് ഫോം ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് പല രാജ്യങ്ങളുടെയും ഭരണഘടനകളിൽ നിന്നും ഒരുപാട് ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കടം കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ US കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അങ്ങനെ ഇന്ത്യക്ക് മുന്നേ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ള പല രാജ്യങ്ങളുടെയും ഭരണഘടനകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആശയങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്. അവ പല തവണ ഈ എക്സാമുകളിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിൽ നിന്നും നമ്മൾ കടം കൊണ്ട ആശയങ്ങൾ ഏതെല്ലാമാണ് എന്ന് പറഞ്ഞിട്ട് സെൻറ്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യാൻ പോവുകയാണ്, ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷം അവർ നിരവധി ആക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909, 1935, 1919, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം. അതിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ആശയങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മൾ കുറച്ച് ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കടം കൊണ്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ആശയമാണ് ഫെഡറൽ സ്കീം എന്ന് പറയുന്നത്. ഞാൻ ഈ മഞ്ഞ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരുന്ന സാധനങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഫെഡറൽ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം നമ്മൾ കടം കൊണ്ടത് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ഓഫീസ് ഓഫ് ദി ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, ഇതിൽ ഈ ഒരു ഫെഡറൽ സ്കീം എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റും, അതുപോലെ തന്നെ ഈ ഒരു ജുഡീഷ്യറി, അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് ഓർത്തു വെക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടം കൊണ്ടതുപോലെ തന്നെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചില ആശയങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്. അവ എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയവും, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയവുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, US പോലത്തെ രാജ്യങ്ങളിൽ എന്തുണ്ട്, ഡ്വൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. അവിടുത്തെ സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള ഒരു പൗരത്വവും രാജ്യത്തിൻ്റെതായിട്ടുള്ള പൗരത്വവും എന്നുള്ള രീതിയിൽ 2 സിറ്റിസൺഷിപ്പ് ഉണ്ട്. എന്നാൽ നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പൗരന്മാർക്കും ഒറ്റ പൗരത്വം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അതുപോലെ തന്നെ പ്രൊറോഗേറ്റീവ് റിട്ട് അധികാരങ്ങൾ നമുക്കറിയാം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർട്ടിയോറി പോലുള്ള റിറ്റുകൾ നമുക്കുണ്ട്. ഇത്തരം റിറ്റ് അധികാരങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. ഈ 3 പോയിന്റുകൾ വളരെ പ്രധാനമാണ്. മറ്റാശയങ്ങൾ എന്ന് പറയുന്നത് പാർലമെന്ററി ഗവൺമെന്റ്, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, ക്യാബിനറ്റ് സിസ്റ്റം, പാർലമെന്ററി പ്രിവിലേജസ് ആൻഡ് ബൈ ക്യാമറലിസം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കടം കൊണ്ടിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഈ 3 പോയിന്റ്സ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇവയെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. എന്താണ് റൂൾ ഓഫ് ലോ, റിട്ട് അധികാരങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് മറ്റൊരു ടോപ്പിക്കാണ്. അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. മൂന്നാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത്, രാജ്യം എന്ന് പറയുന്നത് US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. US കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സുകളെയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സുകളെ, നമ്മുടെ മൗലിക അവകാശങ്ങളെ. നമുക്കറിയാം, ആർട്ടിക്കിൾ 32 നമ്മളുടെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതൊരു എന്താണ്, ഒരു മൗലിക അവകാശമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൗലിക അവകാശങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ് ആൻഡ് പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 2 പോയിന്റ് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സും അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂവും. നാലാമത്തെ രാജ്യം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് എപ്പോഴും ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ പേരിൽ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സ്റ്റേറ്റ് ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ മൈൻഡിൽ വെക്കേണ്ടത്, എന്താണ് അതിനുള്ള ഒരു ഡയറക്ഷൻ, എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റേറ്റ് ഒരു പോളിസി ഫ്രെയിം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു അടിത്തറ നൽകുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് ആർട്ടിക്കിളുകൾ വരുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ സ്റ്റേറ്റ് ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഫോളോ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിളുകളാണ് എന്ത് ചെയ്യുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ. അതുപോലെ തന്നെ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ ആൻഡ് മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഇലക്ഷനൊക്കെ നമുക്കറിയാം, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ സിറ്റിസൺസ് പോയിട്ട് തിരഞ്ഞെടുക്കുകയല്ല ചെയ്യാറുള്ളത്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ അതിന്റെ ബേസിലല്ല എന്ത് നടക്കുന്നത്, പ്രസിഡന്റിന്റെ ഒരു ഇലക്ഷൻ അവിടെ നടക്കുന്നത്. അത് നടക്കുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വഴിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ആശയവും നമ്മൾ എടുക്കുന്നത് ഇത് വഴിയാണ്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 4 ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, 4 സോഴ്സുകൾ, ആശയങ്ങളെന്നല്ല സോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അവിടുന്ന് നമ്മൾ കടം കൊണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു, ഫെഡറൽ സ്കീമും അതുപോലെ തന്നെ ജുഡീഷ്യറിയും. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കടം കൊണ്ടത് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, അതുപോലെ തന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, പ്രൊറോഗേറ്റീവ് റൈറ്റ്സ്. US കോൺസ്റ്റിറ്റ്യൂഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. അടുത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നും നമ്മൾ കടം കൊണ്ടിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റാണ്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ട് 3 ലിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസിലാണ് ആർക്ക് നിയമനിർമ്മാണം നടത്താൻ സാധിക്കുക, സ്റ്റേറ്റിന് നിയമനിർമ്മാണം നടത്താൻ സാധിക്കുക. യൂണിയൻ ലിസ്റ്റിലുള്ള ഐറ്റംസിൽ യൂണിയൻ ഗവൺമെന്റിന് മാത്രമാണ് എന്ത് ചെയ്യാൻ സാധിക്കുക, നിയമനിർമ്മാണം നടത്താൻ സാധിക്കുക. എന്നാൽ കൺകറന്റ് ലിസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിനും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റിനും അവിടെ എന്ത് ചെയ്യാം, നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഒരു ചെറിയൊരു കോഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആശയങ്ങളെല്ലാം ഓർത്ത് വെക്കേണ്ടതാണ്, കാരണം ഇത് മാച്ചിങ് ടൈപ്പ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് എനിക്ക് നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ തോന്നിയിട്ട് ചെറിയ ഒരു ഇതാണ്, ഒരു ഹിൻ്റാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമുക്ക് എന്താ ധാരാളം കങ്കാരുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ കങ്കാരു കൺകറന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കണക്ട് ചെയ്ത് വെക്കാം. പക്ഷേ ഇത് ഒരുപാടെണ്ണം ഉണ്ട്, എല്ലാം നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, അതൊന്ന് ഓർത്ത് വെക്കുക. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് ആൻഡ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റ് ജോയിന്റ് സിറ്റിംഗ് നടത്താറുണ്ട്. ലോക്സഭയും രാജ്യസഭയും കൂടെ എന്ത് ചെയ്യാറുണ്ട്, ജോയിന്റ് സിറ്റിംഗ് നടത്താറുണ്ട്. ജോയിന്റ് സിറ്റിംഗ് നടത്തുന്ന സമയത്ത് ജോയിന്റ് സിറ്റിംഗ് എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ്, ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് അത്തരത്തിലൊരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി, അവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 352, 356, 360 എന്ന് പറയുമ്പോൾ അത് ഫൈനാൻഷ്യൽ എമർജൻസിയാണ്. 352, 356 ഈ 2 ആർട്ടിക്കിളുകൾ വഴി എന്ത് പ്രഖ്യാപിക്കാം, അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി പ്രഖ്യാപിക്കാം. അത്തരത്തിൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ പലതും എന്ത് ചെയ്യപ്പെടും, സസ്പെൻഡ് ചെയ്യപ്പെടും. ഓക്കെ, ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് എമർജൻസിയുടെ സമയത്ത് സസ്പെൻഡ് ചെയ്യാം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നിരിക്കുന്നത് ജർമ്മനിയിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അതുപോലെ തന്നെ USSR, അതായത് സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോഴത്തെ നമ്മൾ റഷ്യ എന്ന് പറയുന്ന USSRൽ നിന്ന് നമ്മൾ കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ ഇവിടെ മാറിപ്പോകരുത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് USA നിന്നുമാണ്, എന്നാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കടം കൊണ്ടിരിക്കുന്നത് USSR അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുമാണ്. അപ്പോൾ ഇവിടെ മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ്. അതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷനിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്രിയാമ്പിളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഇത് നമ്മൾ പ്രിയാമ്പിളിന്റെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. അതുപോലെ തന്നെ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങൾ ഫ്രഞ്ച് റവല്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള റിപ്പബ്ലിക്സ് ആൻഡ് ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ, അത് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയാമ്പിളിൽ ഫ്രഞ്ച് റവല്യൂഷന്റെയും അതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷന്റെയും എന്ത് കാണാം, ഒരു ആശയങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. റഷ്യൻ റവല്യൂഷനിൽ നമ്മൾ ഏതൊക്കെയാണ്, ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നും ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി. ഇത്രയും ആശയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രൊസീജിയർ ഫോർ ദി അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഈസ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന ഒരുപോലെ തന്നെ റിജിഡുമാണ് അതുപോലെ തന്നെ ഫ്ലെക്സിബിളുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് അത് അമെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ആശയങ്ങളെല്ലാം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടം കൊണ്ട സാധനമാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എത്ര രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, നമ്മൾ 6 രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഓസ്ട്രേലിയ, ജർമ്മനി, റഷ്യ, ഫ്രാൻസ്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, ജാപ്പനീസ്. ഓരോ രാജ്യത്തു നിന്നും കടം കൊണ്ടത് ഏതൊക്കെയായിരുന്നു, ഓസ്ട്രേലിയയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റ്, ജർമ്മനിയിൽ നിന്നും സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, റഷ്യയിൽ നിന്നും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫ്രഞ്ചിൽ നിന്നും നമ്മൾ ഏതായിരുന്നു, ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി, സൗത്ത് ആഫ്രിക്കയിൽ നിന്നും
പ്രൊസീജിയർ ഫോർ ദി അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അവസാനമായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അറിയാം ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ, വെസ്റ്റിംഗ് ഓഫ് റെസിഡ്യൂറി പവർ ഇൻ ദി സെന്റർ. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇത്തരത്തിൽ 3 ലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ 3 ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെസിഡ്യൂറി. അപ്പോൾ അത്തരത്തിലുള്ള ബാക്കിയുള്ള റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ബാക്കിയാണല്ലോ, അപ്പോൾ ബാക്കിയുള്ള പവറുകൾ നമ്മുടെ രാജ്യത്ത് വെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിലാണ്, യൂണിയൻ ഗവൺമെന്റിലാണ്, സെന്ററിലാണ്. ആ ആശയം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ബാക്കിയുള്ള എല്ലാ പവറുകളും സ്റ്റേറ്റിലില്ലാത്തതും യൂണിയൻ ലിസ്റ്റിലില്ലാത്തതും എല്ലാ പവറുകളും ആർക്കുള്ളതാണ്? അത് നമ്മളുടെ സെൻറ്ററിനുള്ളതാണ്. അതുപോലെ തന്നെ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ, ആ ആശയവും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ നിന്നാണ്, നമ്മൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദി സെൻറ്റർ, അഡ്വൈസറി ജൂറിഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്. അപ്പോൾ ഇത്തരം ആശയങ്ങളെല്ലാം നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഏകദേശം ഒരു 11 രാജ്യങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ 11 സോഴ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട്. ഇതല്ലാതെയും ധാരാളം പോയിന്റ്സുകൾ ഉണ്ട്. പക്ഷേ എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നതും എക്സാമിന് നിർബന്ധമായിട്ടും പഠിച്ചു പോയേണ്ടതുമായിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്ത്യ പൊളിറ്റിയുടെ ലക്ഷ്മികാന്ത് പോലത്തെ ബുക്കുകളിൽ നിന്നാണ് ഇതിനുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും അത്തരം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ താങ്ക് യു.